ഇന്നത്തെ കാലത്ത് എവിടെ നോക്കിയാലും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വീഡിയോയും അതുപോലുള്ള വാർത്തകളെ കേൾക്കാനുള്ളൂ. അതിനിടയ്ക്ക് ഇതുപോലുള്ള ഇവരെ പോലുള്ളവരാണ് കുറച്ചൊക്കെ സമാധാനത്തിന്റെ മതമായ ഇസ്ലാമിനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ വിളിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളായ കുറച്ചുപേര് ഒരു ഭീകര സംഘടനയായിട്ടൊക്കെ വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതെല്ലാ മതങ്ങളിലുമാണ്. ക്രിസ്തു മതത്തിലും ഭീകരവാദം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുമതത്തിലും നമുക്കറിയാം ഫാഷിസ്റ്റ് ശക്തികൾ ശക്തി പ്രാപിക്കുകയാണ്. അതൊന്നും യഥാർത്ഥ മതവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. അതേത് മതത്തിന്റെ പേരിലായാലും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ധർമ്മത്തിന്റെയും എതിർപക്ഷത്ത് നിൽക്കുന്നവരെ തിരിച്ചറിയുവാനും ഒറ്റപ്പെടുത്തുവാനും യഥാർത്ഥ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് മതമൈത്രി പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കുന്നു. അൽ അമീൻ പ്രവാചകന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് വിശ്വസ്തൻ. നമുക്കറിയാം, വിശ്വസ്തത നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് വിശ്വസ്തതയുടെ പര്യായമായ ആൾ രൂപമായ പ്രവാചകന്റെ അമൂല്യങ്ങളെ, ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, പരിഹസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അത് തന്നെയാണ് ക്രിസ്തുദേവനും പഠിപ്പിച്ചത്. അത് തന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രതികാരത്തിന്റെ ഭാഷയല്ല യഥാർത്ഥ മതത്തിൻ്റെത്. ശത്രുക്കളെ പോലും സ്നേഹത്തിൽ കൂടി വീണ്ടെടുക്കുവാൻ കഴിയുന്ന